കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജ് കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ? വംശീയതയുടെയും ജാതീയതയുടെയും പേരിൽ കേരളത്തിന് പുറത്ത് ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ നമ്മൾ കേരളീയർ പറയാറുണ്ടായിരുന്നു തല്ല അഹങ്കാരത്തോടെ, നിങ്ങൾ കേരളത്തിലേക്കൊന്ന് നോക്കൂ എന്ന്. ജാതിപരിയും വംശപരിയും പണ്ടേ കുഴിച്ചു മൂടിയ നാടാണെന്ന്. എന്നാൽ കേരളത്തിൽ ജാതിപരിയും വംശപരിയും അവസാനിച്ചിട്ടില്ലെന്നും അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെന്നുമുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണം. നിതിൻ രാജിന്റേതായി പുറത്തു വന്ന ശബ്ദരേഖ. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ഇയാളെ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കുക. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഈ ശബ്ദരേഖയിൽ നിതിൻ രാജ് ജാതി അധിക്ഷേപത്തിനും വംശീയ അധിക്ഷേപത്തിനും വിധേയനായി എന്നുള്ളത് സത്യമാണ്. അതിലുപരി അധ്യാപകരിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നുമുള്ള കടുത്ത ഭീഷണിക്കും നിതിൻ രാജ് വിധേയനായിട്ടുണ്ട് എന്നത് നിതിൻ രാജിന്റെ ശബ്ദശകലങ്ങൾ വെളിവാക്കുന്നുണ്ട്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടികളും രക്ഷാധികാരികളുമാവേണ്ട അധ്യാപകർ തന്നെ കൊലവിളി നടത്തുന്നതായും ഈ ശബ്ദരേഖയിലുണ്ട്. നിതിൻ രാജിന്റെ അച്ഛൻ തന്റെ മകൻ ആത്മഹത്യ ചെയ്തെന്നും കൊന്നതാണെന്നും പറയുമ്പോൾ ജാതി അധിക്ഷേപത്തിന്റെ വംശീയ അധിക്ഷേപത്തിന്റെ ഇരയായി സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണെന്ന് വിശ്വസിക്കാൻ ആ ശബ്ദരേഖയോട്ട് സമ്മതിക്കുന്നുമില്ല. കാരണം ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു നൈരാശ്യം ആ ശബ്ദത്തിൽ നിഴലിച്ച് കാണുന്നുമില്ല. ഇനി പോലീസുകാർ പറയുന്ന പോലെ പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പോലീസുകാർ പറയുന്നു നിതിൻ രാജ് ഒരു ടീച്ചറുടെ ഫോൺ നമ്പറിൽ നൽകി ലോൺ ആപ്പ് വഴി പണം വാങ്ങിയെന്ന്. 10-ാം തീയതിയും ടീച്ചറുടെ ഫോണിലേക്ക് ലോൺ ആപ്പുകാരുടെ ഭീഷണികൾ വന്നിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ അതും വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇവിടെ ടീച്ചറുടെ നമ്പർ സെക്കൻഡ് നമ്പറായി കൊടുത്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ടീച്ചറിന് മുമ്പും കോൾ വന്നിരിക്കണം. നിതിൻ രാജ് ലോൺ ആപ്പ് വഴി പണം നൽകിയെന്ന പരാതി കേസ് വഴിതിരിച്ചു വിടാനാണോ, അതെങ്കിൽ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തിയ ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവരെ രക്ഷപ്പെടുത്തുന്നതിനോ വേണ്ടിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് സംഭവങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അത്തരത്തിൽ എല്ലാ നിലക്കും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള മാർഗമധ്യേ ഇല്ലാതാക്കുന്ന ജാതിയും മതവും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ലോൺ ആപ്പുകാരുടെ ഭീഷണിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെങ്കിലും
ലോൺ ആപ്പുകാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം നടത്തിയും അപമാനിതനാക്കിയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച അധ്യാപകർ വരും കാലങ്ങളിൽ ഇതുപോലുള്ള നിതിൻ രാജമാരെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ അവർക്കും മറ്റുള്ളവർക്ക് ഭീതി തോന്നുന്ന വിധം മാതൃകാപരമായി ശിക്ഷ നൽകുകയും വേണം. പുറത്തു വന്ന ശബ്ദരേഖയിൽ ജാതി അധിക്ഷേപത്തിനും വംശീയ അധിക്ഷേപത്തിനും നിതിൻ രാജ് മാസങ്ങളോളം വിധേയനായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെ പോലീസുകാർ മുന്നോട്ട് വെക്കുന്ന ലോൺ ആപ്പ് കൊണ്ട് മൂടിവെക്കാനാവില്ല. ലോൺ ആപ്പ് ഒരു ഭീഷണിയായി നിതിൻ രാജ് തന്റെ സുഹൃത്തുക്കളോടോ ബന്ധപ്പെട്ടവരോടോ പറഞ്ഞതായി യാതൊരു രേഖയുമില്ല. ആ നിലക്ക് ലോൺ ആപ്പിന് കൂടുതൽ ഊന്നൽ നൽകി അധ്യാപകരെ പതിയെ വിട്ടുകളയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു ശ്രമവും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം കേരളത്തിലെ ജനസമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും വേണം. ജാതിയും മതവും കൊലവിളി ഉയർത്താത്ത ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്.